ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്രാവിൻ്റെ തല മുളകിട്ടതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിത് ചെയ്ത് നോക്കുന്നത്. തല ഏതെങ്കിലുമൊക്കെ തലയൊക്കെ വാങ്ങി മുളകിടാറുണ്ട് പണ്ടൊക്കെ. അപ്പോൾ ഇതിപ്പോൾ സ്രാവിൻ്റെ തല കണ്ടപ്പോൾ ഒന്ന് വാങ്ങി വന്നതാണ്. എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല, നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ തോല് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് തിളച്ച വെള്ളം അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് നേരം അതിലിങ്ങനെ ചൂട് തട്ടി കെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തോലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക എളുപ്പമാണ്. അപ്പോൾ അതിനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് നമ്മളൊരു സ്പൂണ് ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ തന്നെ കുറേ ഇങ്ങനെ ഇതായി കിട്ടുക. അതിൽ കുറച്ച് നേരം ഒന്ന് പുതിർന്ന് കിടക്കണം. അപ്പോൾ സ്രാവിൻ്റെ തല ഇതുവരെ ഞങ്ങൾ മുളക് ഇട്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണ്. കൂട്ടി നോക്കിയിട്ട് ടേസ്റ്റൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ അതിൻ്റെ മുകളിലെ കറുപ്പൊക്കെ ഇങ്ങനെ കുറേ പോയി കിട്ടും. കാരണം ഇതിൻ്റെ തോലിനൊരു തരം എന്താ പറയുക, ഒരു പൂഴിയുള്ള പോലെയാണല്ലോ. ഇതിങ്ങനെ തൊടുമ്പോൾ ഒരു ഒരമാണ്. അപ്പോൾ ആ തോല് കളയാതെ നമുക്ക് കറി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. എൻ്റെ അച്ഛനുള്ള കാലത്ത് തലയൊക്കെ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. പക്ഷേ സ്രാവിൻ്റെ തല ഇതുവരെ കൊണ്ടു തന്നിട്ടില്ല. ഐക്കോറേൻ്റെ തല, അങ്ങനെ വലിയ വലിയ ഏട്ടേൻ്റെ തല, അതൊക്കെ കൊണ്ടുവന്നാൽ നല്ല ടേസ്റ്റാണ് മുളകിട്ടാൽ. അല്ലെ മുളകിട്ട് നന്നായിട്ട് വറ്റിച്ച് വെക്കണം. ഇത് കണ്ടത് ഇങ്ങനെ ഉരച്ചൊരച്ച് പോക്കിയെടുക്കണേ. നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക്. അപ്പോൾ നിങ്ങളൊക്കെ തല വാങ്ങാറും കറി വയ്ക്കാറും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. നന്നായിട്ടിങ്ങനെ കത്തി വെച്ചിട്ട് ഉരച്ചൊരച്ച് പോക്കിയെടുക്കണം അതിൻ്റെ അതൊക്കെ. അത് കുറച്ച് നേരം പുതിർന്നതിൻ്റെ ശേഷം ആക്കിയാലാണ് പെട്ടെന്ന് പോയി കിട്ടുക. നമ്മൾ പിന്നെ തിരക്കായതുകൊണ്ട് കണ്ടോ കറുപ്പ് കളർ വെള്ളം. അപ്പോൾ അതൊക്കെ അങ്ങനെ പോയി വെള്ളമൊക്കെ കറുപ്പ് കളറായി കണ്ടോ. അത്രയും ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മളതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ആ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു എളുമ്പ് മണം ഉണ്ടാവുമല്ലോ മീൻ, അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഇങ്ങനെയാവുമ്പോൾ നന്നായിട്ട് തേച്ച് വയ്ക്കണം. വെറും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. വേണമെങ്കിൽ സ്വല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ആ ബ്ലാക്ക് കളറൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ മുകളിലുള്ള ഓരോക്കെ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി അത്യാവശ്യം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ചട്ടിയിൽ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അല്ല, എല്ലാവരും മീൻകറി ചട്ടിയിൽ തന്നെ ആയിരിക്കുമല്ലോ വയ്ക്കുക. ചട്ടിയിൽ നല്ല മുളകിട്ട് വെച്ച കറി പിറ്റേ ദിവസം കൂട്ടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ചട്ടി ചൂടാവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ചൂടായാൽ പെട്ടെന്ന് പണി കഴിയും അല്ലേ, പെട്ടെന്ന് തിളച്ച് കിട്ടും. ചൂടാവാൻ എടുക്കുന്ന ഒരു സമയം കുറച്ച് നല്ല കട്ടിയുള്ളൊരു ചട്ടിയാണിത്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകൊക്കെ ഏകദേശം നന്നായിട്ട്
പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ, വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ ആ മണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ ഇങ്ങനെ ഈ ഇഞ്ചിയും വെളുത്തുള്ളി അടിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ അതിനെ ഇളക്കി ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മുളകിട്ട തലക്കറിയൊക്കെ വെക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് വറ്റിച്ചെടുക്കണം കറി, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുക. ഇനി നമുക്കിതിലേക്കൊരു 4-5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, എരിവുള്ളതും ചേർക്കുന്നുണ്ട്, കാശ്മീരി മുളകും ചേർക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ കാശ്മീരി ആകുമ്പോൾ കുറച്ചും കൂടി കളർ കിട്ടുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്കാം. മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കൊടംപുളി ചേർക്കാം കേട്ടോ. സാധാ പുളിയാണ് ഞാൻ എടുത്തത്. വേണമെങ്കിൽ ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, മുളക് പൊടി മാത്രമേ കേട്ടോ ചേർത്തിട്ടുള്ളൂ, മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 തക്കാളി പൊടി മുറിച്ച് ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം വേണ്ട, നമുക്കിത് വറ്റിച്ചെടുക്കാനാണല്ലോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. അടച്ച് വെച്ചിട്ട് തിള വരുന്നത് വരെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കറി. മുളകൊക്കെ ഏകദേശം ഇതായി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ആ കുറവുണ്ടെങ്കിൽ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക്, അപ്പോൾ മഞ്ഞളിൽ മുക്കി വെച്ച മീനാണല്ലോ നമ്മളത്, അതൊന്ന് എടുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ എല്ലാവരും. വെയിറ്റ് ചെയ്യാണ്. നന്നായിട്ട് ഇനി തിളയ്ക്കണേ. ഒന്ന് നമുക്ക് ഇളക്കി എല്ലാ ഭാഗത്തും മീനിനെയൊക്കെ ഒന്ന് അടിയിലേക്ക് ഇങ്ങനെ ഇളക്കി എല്ലാ ഭാഗത്തും മുളകാവുന്ന വിധത്തിലൊന്ന് ഇളക്കി വിട്ട് കൊടുക്കുക. സ്രാവിനൊന്നും വലിയ വേവില്ല, എന്നാലും ഉണ്ട്. പക്ഷെ മറ്റേ ഏട്ടക്കറിയൊക്കെ ആകുമ്പോൾ നല്ല വേവുണ്ടാവും. ഇത് അത്ര തന്നെ വേവില്ല കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ മീനിൽ മുക്കി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടട്ടെ ഇനി കേട്ടോ. നമുക്ക് അടച്ച് വേവിക്കാതെ കണ്ടപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് സൈഡിലൊക്കെ കണ്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണിത്. എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദി.